الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن هو الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله وعباد الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 7 പേജുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു പേജ് ഇൻഷാ അള്ളാഹ് തീർക്കണം എന്നുള്ള നിയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിലെ 8ാമത്തെ പേജാണ്. 8ാമത്തെ പേജ് ഇത് നജ്ജൈനാക്കും. ഈ പേജാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ റിവ്യൂ തരികയാണ്. ഇതിൽ പങ്കെടുക്കാത്തവരുണ്ടാവും. ആദ്യത്തെ പേജ് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ ദുആയാണ്. ദുആയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറെ 2-3 ക്ലാസ്സുകളിലായിട്ട് ഫാത്തിഹ തന്നെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ 1, 2, 3 പേജ്, 1ാമത്തെ പേജ് അള്ളാഹു ഖുർആൻ എന്താണ് എന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞു. എന്നിട്ട് അതിലുള്ള മുത്തഖികൾക്ക് വേണ്ടിയാണ് ഖുർആൻ, അവർക്ക് അത് ഹിദായത്ത് ഖുർആൻ കിട്ടുക മുത്തഖികൾക്കാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. മുത്തഖികളുടെ ഗുണവിശേഷങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് 1ാമത്തെ പേജ്. 2ാമത്തെ കാഫിറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് 2ാമത്തെ പേജിൽ തുടർന്ന് പറയുന്നത്. 3ാമത്തെ പേജിലും കാഫിറുകളുടെ സ്വഭാവവും അവരെ എങ്ങനെയാണ് അവരെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് എவ்விதമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അവരെ എത്രത്തോളം അള്ളാഹുവിന്റെ വലയത്തിന്റെ ഉള്ളിലാണ് എന്നും തുടങ്ങിയ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അള്ളാഹുവിനെ നന്ദി കാണിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യണം, ഇബാദത്ത് ചെയ്യുകയും ചെയ്യണം എന്ന് അതിൽ പറയുകയും ചെയ്യുന്നു. 5ാമത്തെ പേജിൽ പിന്നെ സ്വർഗത്തെ പറ്റി ഉള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിന്റെ ഉപമകളെ പറ്റിയും കഥകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 6ാമത്തെ പേജിൽ ഇന്നലെ ചർച്ച ചെയ്തത് ഖുർആനിലെ ആദ്യത്തെ കഥ തുടങ്ങുന്നത് ആദം അലൈഹി ഇസ്ലാമിന്റെ കഥയാണെങ്കിൽ, ഇന്നത്തെ 8ാമത്തെ പേജില് മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥയിലേക്ക് വരികയാണ്. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിന്റെ കഥയുടെ ഇന്നലെ ഒരു ചെറിയ സംസാരിച്ചതിൽ ഒരു പിഴവ് വന്നത് പിന്നീട് ആ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്കത് ഓർമ്മയിലേക്ക് വന്നത്. ഇന്നലെ നമ്മൾ 7ാമത്തെ പേജ് തുടങ്ങിയപ്പോൾ ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ, ഇന്നലെ നമ്മൾ 7ാമത്തെ പേജ് ഇവിടെ തുടങ്ങിയത് ഈ 2 ആയത്തുകൾ നേരത്തെയുള്ള ഈ പേജിന്റെ ബാക്കിയാണ്. അതായത് ഈ കഥയുടെ ആദം അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയില് അവസാനം പറഞ്ഞല്ലോ, അവര് പശ്ചാത്തപിച്ചു, ആ പഴം കഴിച്ചതിന്റെ പേരിൽ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം അള്ളാഹു അവരോട് പറഞ്ഞ കാര്യമാണ് ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ 2 ആളും ഇറങ്ങിക്കോളി, അല്ലെ, നിങ്ങൾ ഇവിടുന്ന് വിട്ടോളി എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, അല്ലെ. അതായത് അള്ളാഹു ഭൂമിയിലേക്ക് തന്നെയാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്കുള്ള ഒരു താൽക്കാലിക വാസം. ഇമ്മ യഅതിയന്നകും മിന്നി ഹുദം ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ. എന്റെ അടുത്തുനിന്ന് പിന്നെ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. ആ ഹിദായത്ത് കിട്ടും, അതായത് അംബിയ മുർസലുകളിലൂടെ വഹിയായിട്ട് അത് നമുക്ക് കിട്ടും. ആദമിന്റെ സന്തതികൾ നമ്മളോടും കൂടിയാ പറയണത്. നമുക്ക് കിട്ടുമ്പോ അത് പിൻപറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വല്ലദീന കഫർ, എന്നാൽ നിങ്ങൾ നിഷേധിക്കുകയും അത് കളവാക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ സത്യങ്ങളെ, ആയാത്തുകളെ നിങ്ങൾ കളവാക്കിയാൽ ഉലായിക അസ്ഹാബുന്നാർ, അവര് നരകവാസികളായിരിക്കും, നരകത്തിന്റെ അവകാശികളായിട്ട് മാറും, നരകത്തിന്റെ ആൾക്കാരായിട്ട് മാറും. ഹും ഫിഹാ ഖാലിദൂൻ, അവരതിൽ കാലാകാലം ഉണ്ടാവും എന്നുള്ള ഒരു വിഷയം നേരത്തെയുള്ള പേജുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ വിഷയം എന്നോട് പറയുന്നത്. പിന്നെ ബനി ഇസ്രായേലുമായിട്ട് ഇസ്രായേൽ സമൂഹത്തിനെ പറ്റി അള്ളാഹു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു. ഇസ്രായേലിന്റെ നന്ദികേടിനെ
അള്ളാഹു തുറന്നു കാണിക്കണം. എത്രയോ പ്രവാചകന്മാരാൽ അനുഗ്രഹീതമായ ആ ഒരു സമുദായം നന്ദി കാണിച്ചതിന്റെ ആ ഒരു അള്ളാഹു ആ ഒരു വെറുപ്പോട് കൂടെ അവരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇനി മൂസാ നബിയുടെ ഈ പേജിലെ കഥയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആവും. ഇതൊരു കഥയാണ്. ഇത് കേൾക്കാത്തവരുണ്ടാവില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ കേൾക്കാത്തവരുണ്ടാവും. പക്ഷെ അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി, മനസ്സിലേക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടൊന്ന് പറയാണ്. മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്ന നാട്, ആ ജനിക്കുന്ന സ്ഥലത്ത് ഫിർഔൻ ആൺകുട്ടികളെ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആൺകുട്ടികളെ കൊല്ലാൻ ഒരു കാരണം, ഫിർഔൻ ഏകാധിപതിയായി അഹങ്കാരിയായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ ആ ഫിർഔനിന്റെ ഭരണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകും എന്ന് ഭയന്നിട്ടാണ്. അവിടെ ഒരു കുട്ടി ജനിക്കും. അവിടെയുള്ള ഒരു പുരോഹിതൻ വന്ന് പറഞ്ഞു കൊടുക്കാണ് ഫിറാവിനോട്, ഫറോവയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരു കുട്ടി ജനിക്കാൻ പോവാണ്, ഒരു ആൺകുട്ടി ജനിക്കും, നിങ്ങൾക്കത് ഭീഷണിയാവും എന്ന് പറഞ്ഞപ്പോ എല്ലാ ആൺകുട്ടികളെയും കൊന്നു കളഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, ഇത് നജ്ജൈനാക്കും وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ അപ്പോൾ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ പെൺകുട്ടിയാണോ കൊല്ലൂല, ആൺകുട്ടിയാണോ കൊല്ലും. അങ്ങനെ ഒരു കാലം ആൺകുട്ടീനെ കൊല്ലുക, ചെറിയ കുഞ്ഞ് ജനിച്ച ആൺകുട്ടിയാണെ കൊല്ലും. ഇനി ജനിക്കുന്ന ഒരു കുട്ടി എന്നാണ് പുരോഹിതൻ പറഞ്ഞത്. അതുകൊണ്ട് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കി ഫറോവ. فِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنجَيْنَاكُمْ وَأَغْرَقْنَا آلَ ഫിർഔൻ. അവിടുന്ന് പിന്നെ ആല ഫിർഔന്റെ കൂട്ടാളികളെയും ഒക്കെ ആ കടലിൽ മുക്കിയ സംഭവം, കടലിൽ മുക്കി കൊന്നു അല്ലെ. ആ ഫിർഔന്റെ പടയാളികളെയും ഒന്നടങ്കം ആ കടലിൽ മുക്കി കൊന്നു. വിശ്വാസികളെ എന്നല്ല, മൂസ അലൈഹി സ്വലാമിൽ വിശ്വസിച്ചവരെ, മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ വന്ന ആളുകളെ, അവരെല്ലാവരെയും വിശ്വാസികൾ എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം തുടർന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. തൽക്കാലത്തേക്ക് അവർക്കൊരു വിമോചനം ആവശ്യമായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ അടിച്ചമർത്തുന്ന ആ ക്രൂരനായ മർദ്ദകനായ ഭരണാധികാരിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു മോചനം ആവശ്യമായിരുന്നു. അതിന്റെ പേരിലും മൂസ അലൈഹി സ്വലാമിന്റെ പിന്നാലെ കൂടിയവരുണ്ട്. അപ്പൊ അവരൊക്കെ ഈ കടല് കടന്നു, അക്കരെ എത്തി, കടല് രണ്ടായിട്ട് പിളർന്നു. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, അതിലേക്ക് പോകണില്ല. പക്ഷെ അങ്ങനെ കടല് ആ ഒരു സംഭവം അള്ളാഹു പറയാണ്. ഇത് പറയുന്നത് എപ്പോഴാന്നറിയോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ഈ ചരിത്രം പിന്നീട് പറയുന്നത്. മൂസ അലൈഹി സ്വലാമിന്റെ ചരിത്രത്തെ ഇങ്ങനെ അറബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അറബികൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മൂസ അലൈഹി സ്വലാം അപ്പുറത്തെത്തി, അക്കരെ എത്തി. പിന്നെ അവിടെ ഉള്ള ഒരു ലൈഫാണ്, പിന്നെ അവിടെ ഉള്ള ഒരു ജീവിതമാണ്. മൂസ അലൈഹി സ്വലാം കടലിന്റെ അക്കരെയുള്ള ഒരു ജീവിതമാണ്. വൈദ് വഅദ്ന മൂസ 40 ലൈലത്തൻ, 40 ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു വേദം പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെ, ഫുർഖാൻ അല്ലെ, അള്ളാഹിന്റെ കലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വിളിക്കുകയാണ് അല്ലെ. ആ സമയത്ത് നാട്ടുകാർ ചെയ്ത പണി എന്താണെന്നറിയോ? പശുവിനെ. അപ്പൊ പശുവിനെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടെ ഒരു സാമിരി എന്ന് പറഞ്ഞ ഒരു പൂജാരി, അവരുടെ കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ അതിൽ വിശ്വാസികളല്ലാത്ത പലരും വന്നിരുന്നു. അതിൽപ്പെട്ട ഒരാള് അവിടെയുള്ള സ്വർണങ്ങളും ഒക്കെ കൂട്ടിയിട്ട് ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി അതിനെ പൂജിച്ചു. മൂസ അലൈഹി സ്വലാം അവിടുന്ന് പോയി. ഹാറൂൻ നബിയാണ് ഹാറൂൻ അലൈഹി സ്വലാമിനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവർ കാണാതെയോ എങ്ങനെയോ അവരുടെ പൂജാ വഴിപാടുകളൊക്കെ പിന്നെയും തുടങ്ങി. എന്നാൽ അള്ളാഹു അത് പുറത്തു വന്നു. ലാലക്കും തഷ്കുറുങ്ങൾ, നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട് അള്ളാഹു അത് പുറത്തു വന്നു അല്ലെ. ഇത് ആതൈനാ മൂസൽ കിതാബ വൽ ഖുർആന ലഅല്ലക്കും തഹ്തദൂൻ. മൂസാ നബിക്ക് അള്ളാഹു കിതാബ് കൊടുത്തു. വൽ ഫുർഖാൻ, സത്യ വിവേചനം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും ഉള്ള വിവേചനം. ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് ഖുർആൻ മീനിങ് ഫുൾ ആവട്ടെ. ഖുർആനിലൂടെ നമുക്ക് ഫുർഖാനായിട്ട് മാറണം. ഖുർആൻ യൗമുൽ ഫുർഖാൻ, ബദർ ദിനത്തെ പറ്റിയും യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്താണ് ഖുർആന്റെ വിജയം. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഫുർഖാനായിട്ട് ഖുർആൻ മാറണം. വെറും ഖുർആനായിട്ട് മാറരുത്. ഖുർആൻ ഫുർഖാനും കൂടി ആവണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം മാത്രം നടന്നാൽ പോരാ. ഇപ്പൊ നേരത്തെ നടന്ന ക്വിസിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഖുർആൻ എന്തിനാന്നുള്ളത് അല്ലെ. ഖുർആൻ വാട്ട് പർപ്പസ്, എന്ത് പർപ്പസിനാണ്? അത് ഓതാൻ, പഠിക്കാൻ, തഫ്സീർ പഠിക്കാൻ, ക്ലാസ് നടത്താൻ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ, നിത്യജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിലേക്കൊക്കെ ഒരു സത്യത്തെ അസത്യത്തിന്റെ ഇടയിൽ ഒരു സ്റ്റാൻഡായിട്ട് ഖുർആൻ നമുക്ക് നിർത്താൻ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് സാധിക്കണം. എങ്കിലേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. വൈദ് ഖാല മൂസ ലിഖൗമി, തിരിച്ചു വന്നു മൂസ അലൈഹി സ്വലാം ഖുർആനുമായി അല്ലെങ്കിൽ ഫുർഖാനുമായി, അള്ളാഹിന്റെ കലാമുമായിട്ട് തിരിച്ചു വന്നു.
അള്ളാഹുവായിട്ട് സംസാരിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ജനങ്ങളോട്, വൈദ് ഖാല മൂസ, ജനങ്ങളോട് പറഞ്ഞു, ലിഖൗമിഹി, യാ ഖൗമി, എന്റെ പ്രിയമുള്ള ഖൗമേ, എന്റെ ജനതയെ, ഇന്നക്കും ളലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ദ്രോഹിച്ചത്. നമ്മള് അള്ളാഹ്ക്ക് എന്തേ ദ്രോഹം വരുത്തുന്ന വിഷയമല്ല ഇത്. നമ്മളെയാണ് ദ്രോഹിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ വിത്തിഹാദിക്കുമുൽ ഐജിൽ, ഈ പശുക്കുട്ടിനെ ചെയ്ത അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ ഹനിക്കുക. ഇതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ആ ശിക്ഷ ഏറ്റുവാങ്ങുക. ഫഖ്തുലു അൻഫുസക്കും എന്നാ പറഞ്ഞത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും ഫതഅബ ഇന്നഹു ഹുവ തവ്വാബുർ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ ഫഅഖദതും സായിഖതു വഅൻതും തൻദുറൂൻ തുമ്മ ബഅത്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറുൻ. പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു വലിയ ശബ്ദം ഉണ്ടാവുകയും എല്ലാവരും പെട്ടെന്ന് മരിക്കുകയും പിന്നെ അവിടുന്ന് വീണ്ടും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അവിടെ നടന്നതായിട്ടാണ് ഖുർആൻ പറയുന്നത്. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ. എന്നിട്ട് അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നോക്കൂ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഷിർക്കാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഷിർക്കാണ്. ഈ ബഹുദൈവ ആരാധന, മറ്റ് പശുക്കുട്ടി ആവട്ടെ, എന്താവട്ടെ, അള്ളാന്റെ ക്രിയേഷനെ വിളിച്ചിട്ട്, ക്രിയേറ്റർ ആയിരിക്കും മേലെ ഉണ്ടായിരിക്കെ, ഉണ്ടാക്കിയ ഒരു വസ്തു എടുത്ത് അതിന്റെ മുമ്പ് പോയിട്ട് മനുഷ്യന്മാര് പോയിട്ട് പൂജിക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് എന്നിട്ട് അതൊക്കെ പുറത്ത് അള്ളാഹു പിന്നെ അനുഗ്രഹങ്ങൾ തരികയാണ്. അലൈക്കുമുൽ ഗമാമ, ആ ഒരു ചൂടുള്ള സമയത്ത് അവർക്കൊരു തണല്, ഒരു ഷെയ്ഡ് കൊടുത്തു. ആ നാടിന് മൊത്തം ഒരു ഷെയ്ഡ് കൊടുത്തു, തണല് കൊടുത്തു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ തണല് വഴി അവർക്ക് ആ ചൂടിൽ നിന്ന് മാറി. അൻസൽന അലൈക്കുമുൽ മന്ന വസൽവ, തീറ്റക്ക് ഭക്ഷണവും സെൽവയും, ഒരു വെട്ടുകിളി പോലത്തെ ഒരു ചെറിയ കിളികളെ ഒരുപാട് അവിടേക്ക് ഭക്ഷണത്തിന് വേണ്ടി മന്നയും സെൽവയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുലു മീൻ തയ്യിബാതി മീൻ മാ റസഖനാക്കും, ഞാൻ തന്ന റിസ്ക് നിങ്ങൾ തിന്നോളൂ. അള്ളാഹുവിന്റെ റഹ്മത്താണ്. വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. അവിടെയൊക്കെ അക്രമം കാണിച്ചതായിട്ടാണ്. എത്ര അള്ളാഹു നൽകിയിട്ടുണ്ടോ അതിനൊക്കെ അക്രമം കാണിച്ചതായിട്ടാണ് ഈ മൂസ അലൈഹി സ്വലാമിന്റെ ജനത. അപ്പൊ ഇവിടെ രണ്ട് വലിയ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ട. അള്ളാഹു തരുന്ന നിഅമത്തുകൾ എന്തിനാണ്? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളൊക്കെ മൂസ അലൈഹി സ്വലാമിന്റെ ജനത, ആ ജനതക്ക് അള്ളാഹു കൊടുത്ത നിയമത്തുകൾക്ക് അവർ നന്ദി കാണിക്കേണ്ടവരെ, ചാൻസ് കിട്ടുമ്പോൾ തിരിഞ്ഞു കൊത്താനുള്ളതല്ല. ചാൻസ് കിട്ടിയാല്, ഇപ്പൊ നമ്മുടെയൊക്കെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടാവും അല്ലെ? യാത്ര ചെയ്യുന്നപ്പം വലിയ ഉപ്പമാരും ഉമ്മമാരൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ യാത്ര ചെയ്യും. പലപ്പോഴും നമ്മുടെ ദീന് ശരിക്ക് വേണ്ടത് അനുകൂല സാഹചര്യങ്ങളിലല്ല, പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മൾ ദീനിനെ നിലനിർത്തേണ്ടത്. നമുക്ക് നിസ്കരിക്കാനൊന്നും പറ്റാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ ഭയപ്പാടുള്ള അവിടെയൊക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഇപ്പൊ ഹറാമായ കാര്യങ്ങളിൽ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം, ഞാൻ റൂമിൽ ഒറ്റക്കാണ്, ആരും എന്നെ നോക്കാനില്ല, എനിക്ക് എന്തും കാണാം, എന്തും പറയാം, എന്തുമാകാം എന്നൊരു സിറ്റുവേഷനിൽ എത്തുമ്പോഴും തഖ്വയോടെ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മൂസ അലൈഹി സ്വലാമിന്റെ ജനത, ഇത് വലിയൊരു തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ തെറ്റാണ് അവർ ചെയ്തത്. പക്ഷെ അതുപോലും അള്ളാഹു പുറത്തു കൊടുക്കുകയും എന്നിട്ടും അവർ നന്ദി കാണിച്ചില്ല എന്നുള്ള ഒരു വിഷയമാണ് ഈ പേജ് നമ്പർ 8 അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. മൂസ അലൈഹി സ്വലാമിന്റെ ഇനിയും തുടർന്നുള്ള കുറെ കഥകൾ, ആ ഒരു സംഭവങ്ങൾ, ആ ഒരു കഥാരൂപത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇതിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. നമ്മൾ നേരത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ആമനു രണ്ടാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചു എന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും, അല്ലെ, യുഹാദിയോൻ അള്ളാഹ് എന്ന് പറഞ്ഞ്, അല്ലെ, വല്ലദീന ആമനു, വിശ്വാസികളും ഒരു വഞ്ചനാത്മകമായ ഒരു വിശ്വാസമായിട്ട് നമ്മൾ നടക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തണം. കർമ്മം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകണം. അങ്ങനെ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായിട്ട് നമ്മൾ മാറണം. അതിനു വേണ്ടിയിട്ട് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവെ സർവശക്തനായ നാഥ, അർഹമുർ തമ്പുരാനെ, ജീവിതത്തിൽ നീ അല്ലാത്ത ഒരു സൃഷ്ടിയെ, ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ, ഒന്നിനെ ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾ ദുആ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ഇബാദത്ത് ചെയ്യുകയില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മരണം വരെ അള്ളാഹുവെ നിന്നോട് തേടുകയുള്ളൂ. അതല്ലാത്ത ഒരു സംവിധാനങ്ങളോടും മുമ്പിലും ഞങ്ങൾ പോയി സുജൂദ് ചെയ്തിട്ടില്ല, സുജൂദ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരണേ അല്ലാ. അള്ളാഹു ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് രോഗാതുരമായി ഈ ലോകത്ത്, രോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട്, രോഗം കൊണ്ട് രോഗത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, സാമ്പത്തികമായ പ്രയാസങ്ങൾ,
അതല്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, ഒരുപാട് വീടുകളിൽ മനസ്സംഘർഷങ്ങളിലേക്ക്, വീട്ടിലിങ്ങനെ അടഞ്ഞു കൂടിയിട്ട് ഉമ്മയും വാപ്പയും എല്ലാവരും അങ്ങനെ മാനസിക പ്രയാസങ്ങൾ, അത് കുടുംബ വഴക്കുകള്, ഡിവോഴ്സുകള്, അനിയനും ജ്യേഷ്ഠനും തമ്മിൽ തെറ്റുന്നത്, കുടുംബം പിന്നെ ഈ ഒരു പ്രയാസത്തിന്റെ ഇടക്കും വീട് മാറിപ്പോകേണ്ട അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, ഇതിന് അനുബന്ധ പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ കാണുന്നവനാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു നിന്റെ റഹ്മത്തിലും ബർക്കത്തിലും ജീവിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, മനസ്സമാധാനം നിലനിർത്തി തരണേ അള്ളാഹ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അള്ളാഹ്. അള്ളാഹു എന്തൊക്കെ പരീക്ഷണങ്ങൾ നീ തന്നാലും അതൊക്കെ നല്ല രീതിയിൽ, നല്ല ഒരു രീതിയിൽ അള്ളാഹു ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അങ്ങനെ ഒരു ക്വിസും കൂടെ ചെയ്യാനായിട്ടിരുന്നു. റീമിന്റെ ആണ് ക്വിസ് ഉണ്ടായിരുന്നത്. റീം റെഡിയാണോ? റീം ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഷെയർ ചെയ്യട്ടെ? ഷെയർ ചെയ്തു. ഡിസേബിൾ എന്നാ കാണിക്കണേ. മിനിറ്റ്. അത് ഇപ്പൊ പറ്റും, പക്ഷെ സാറിന്റെ ഉണ്ടാവോണ്ട് പറ്റൂല. ഡബിൾ ഷെയർ പറ്റില്ല.